ഇന്ന് റിച്ചൂട്ടിനെ കൊണ്ടുപോകാത്തോണ്ട് തന്നെ അവ ആദ്യമേ പിണങ്ങിപ്പോയി. അവന്റെ പിണക്കം മാറ്റിക്കൊണ്ട് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങിറങ്ങി. അപ്പോൾ ദാ പിറകെ നിന്നൊരു വിളി, അച്ഛാ വാ. അത് കേൾക്കേണ്ട താമസം ഓടി ഞാൻ അവൻ്റെ അടുത്തെത്തി. അവൻ്റെ ഒന്നൊരു ഉമ്മയും വാങ്ങി ഞാനും ഒരെണ്ണം കൊടുത്തു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു ടാറ്റയെങ്കിലും തരാതെ പിണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന ഒരു വിഷമമായി. അങ്ങനെ നടന്ന് നമ്മൾ നേരെ നമ്മുടെ ബ്ലാക്കിയുടെ അടുത്തോട്ട്. നമ്മുടെ വീട്ടിൽ വണ്ടി കയറാത്തതുകൊണ്ട് തന്നെ ഈ വീട്ടിലാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. അങ്ങനെ വണ്ടി എടുത്തത് ആ വെളിയിട്ടപ്പോൾ നമ്മുടെ കഥാനായിക എത്തി. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. സൂ ഫ്രം സോ. ഈ ഓഫ് റോഡെല്ലാം താണ്ടി വേണം നമുക്ക് മെയിൻ റോഡിലോട്ട് എത്താൻ. അധികം ഹൈപ്പൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു സിനിമ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ഞാനല്ല, നമ്മൾ. അങ്ങനെ ആറ്റിങ്ങലിലെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഗംഗാ തിയേറ്ററിൽ. വലിയ പ്രതീക്ഷയോടെയൊന്നും അല്ല ഈ സിനിമ കാണാൻ പോയത്. കാരണം കന്നഡ മലയാളം ഡബ്ബ് പടം ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ പടം നമ്മളെ രണ്ടുപേരെയും, അല്ല, ആ തിയേറ്ററിലുണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചു. അങ്ങനെ പറയാൻ കാരണം ആ പടം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയും എല്ലാവരും ചിരിയായിരുന്നു. തുടക്കം ഒരു ഹൊറർ ഫീൽ ആയിരുന്നെങ്കിലും ഉടനീളം ഒരു കോമഡിയായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പേരും തന്നെ ടൈലന്റും കണ്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ട് ഇതേ കണക്ക് നിന്ന് ആ പടം കാണണമെന്നുണ്ടെങ്കിൽ ആ പടം അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ. അപ്പോൾ ഫാമിലി ആയിട്ടൊന്ന് പോയി കണ്ടു നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.